പ്രിയമുള്ളവരെ, തെരുവിൽ ഇന്ന് ഒരു ചെറുകഥ കേൾക്കാം. ദൈവകോടതി. എഴുതിയത് ഇസ്മായിൽ പള്ളിക്കര. സായന്തന സൂര്യകിരണങ്ങൾ കടലോളങ്ങളെ മൃദുവായി തടവി. ഓളങ്ങൾ ആനന്ദ നിർവൃതിയിൽ പുളകമണിഞ്ഞു. തിരമാലകൾ ചടുലമായ നൃത്തച്ചുവടുകൾ വെച്ച് കരയോളം തുള്ളിച്ചാടി വന്നു. കടലോരവാസികളുടെ മക്കൾ ആരവം മുഴക്കി കാൽപന്തിന് പിന്നാലെ ഓടിക്കളിച്ചുകൊണ്ടിരുന്നു. ഭ്രാന്തിപ്പെണ്ണ് കടലാമകളുടെ കുഴികൾ മൂടിയും പാട്ടുപാടിയും നടന്നു പോകുന്നു. ചുവന്നു തുടുത്ത കവിളുകളിൽ വിരിയുന്ന അസ്തമയ സൂര്യൻ്റെ മന്ദസ്മിതത്തിൽ കടലോളങ്ങൾ പുഞ്ചിരി തൂകി. അയാൾ അസ്തമയ സൂര്യനെ നോക്കിയിരുന്നു. അതിമനോഹരമായ ആകാശക്കാഴ്ചയിൽ അയാൾ അത്ഭുതം കൂറി. ബാങ്കുവിളിയുടെ മനോഹരമായ അലയൊലികൾ പാരിൽ പറന്നുപോയി. അയാൾ ദൈവത്തിനു സാഷ്ടാംഗം ചെയ്തു. കണ്ണുകളടച്ച് ധ്യാനനിരതനായി. പ്രകൃതിയിൽ ഇരുട്ട് പെയ്തു തുടങ്ങി. ഇരുണ്ട ഓളങ്ങൾ തെന്നിക്കളിച്ചു. അസ്തമയ സൂര്യൻ അമർന്നുപോയി. ഇരുട്ടിൻ്റെ ആധിപത്യം നിറങ്ങളെ കൊന്നുകളഞ്ഞു. ഇരുട്ടിൻ്റെ മറവിലും തിരമാലകൾ തമ്മിൽ കുശുകുശുക്കുന്നത് കേൾക്കാമായിരുന്നു. എല്ലാം നിശബ്ദമായി കേൾക്കുകയാണ് കരയെന്ന് തോന്നും. അയാൾ തിരികെ വീട്ടിലേക്ക് നടന്നുപോയി. കടലോരവാസികളുടെ വീടുകളിൽ ചിമ്മിനി വിളക്കുകൾ ദരിദ്രമായി ചിരിക്കുന്നുണ്ടായിരുന്നു. ഇരുൾ പൊതിഞ്ഞ വഴിയിലൂടെ നടന്ന് അയാൾ വീടണഞ്ഞു. എവിടുന്നോ കൂമൻ കൂവി. പിന്നെ പ്രകൃതി മൗനമായി ഉറങ്ങി. കൂടെ അയാളും. അമ്പലത്തിലെ പ്രഭാതഗീതം പാടുമ്പോഴാണ് അയാൾ ഉണർന്നത്. കിഴക്ക് വെട്ടം തെളിഞ്ഞു വരുന്നു. പക്ഷികൾ അന്നം തേടി യാത്ര തുടങ്ങി. മുറ്റത്തെ മാവിൻ ചില്ലയിൽ ഒരു പച്ച തത്ത വന്നു പാകമായൊരു മാമ്പഴം കൊത്തിത്തിന്നു. തെങ്ങോലയുടെ മുകളിലിരുന്ന് കാക്ക തത്തമ്മയെ തെറിയഭിഷേകം നടത്തി. ചാരു കസേരയിലിരുന്നു പ്രഭാതം വീക്ഷിക്കവേ പത്രക്കാരൻ ഇന്നലെയുടെ വാർത്തകൾ അയാളിലേക്ക് വലിച്ചെറിഞ്ഞു. പത്രം നിവർത്തി അക്ഷരങ്ങൾ ഇന്നലെയുടെ കഥ പറയുമ്പോൾ അയലത്തെ സുഹാസിനി വന്നു. വീട്ടുകാരോടെന്തോ കുശുകുശുക്കുന്നു. കടൽക്കരയിൽ ഒരു കുഞ്ഞിൻ്റെ ജഡമടിഞ്ഞിരിക്കുന്നു. ആരുടെ കുട്ടിയാണെന്ന് ഇതുവരെയും അറിയില്ല. സുഹാസിനിയുടെ പ്രഭാത വാർത്ത കേട്ടപാടെ എല്ലാവരും കൂടി ആശ്ചര്യം വിതച്ചു. അയാൾ ആ കൗതുക വാർത്തയുടെ നേർക്കാഴ്ചക്കായി കടലോരത്തേക്ക് പോയി. കടലോരവാസികൾ കൂട്ടമായി ദുഃഖിച്ചു നിൽക്കുന്നു. തിരമാലകളുടെ അടരുകൾ ഒരു കിടാവിൻ്റെ നഗ്നമായ മേനിയെ കരയിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്നു. അകലെ മറ്റൊരു ജനക്കൂട്ടം. അവിടെ ഒരു സ്ത്രീയുടെ ജഡം നിവർന്നു കിടക്കുന്നു. ചുരുണ്ട മുടിക്കെട്ടുകളിൽ മൂടിയ മുഖം, ഇരുണ്ട നിറം, പാതി നഗ്നമായ മേനിയിൽ ചുവന്ന പാടുകൾ. ജീവനറ്റുപോയ ഒരമ്മയും കുഞ്ഞും. ഒന്നുകിൽ അവൾ ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ ആരെങ്കിലും കൊന്നു തള്ളി. അനുമാനം ഓരോ മനസ്സിൻ്റെ താളത്തിനൊത്ത് ഭാവകൽപ്പനകൾ തീർത്തു. ചിലർ അന്താളിച്ചു നിന്നു, മറ്റു ചിലർ നഖം കടിക്കുന്നു. എവിടുന്നോ അവളുടെ അമ്മ വന്നു നൊന്തുപറ്റ വേദനയാലെ നിലവിളിച്ചു. പോലീസ് വന്നു. ആൾക്കൂട്ടം മാറി നിന്നു. പോലീസ് വടികൊണ്ട് ജഡം തട്ടി നോക്കി. വെറും വെറുതെ. ഒന്നും മനസ്സിലായില്ല. എല്ലാവരോടും മാറി നിൽക്കാൻ പോലീസ് ആക്രോശിച്ചു. ആൾക്കൂട്ടം അകന്നു നിന്നു. പകൽ വെളിച്ചത്തിനൊന്നും അറിയില്ല. രാത്രിയുടെ കൂരിരുട്ടിനെല്ലാം അറിയാം. ഇരുട്ട് മാത്രമേ അവളും കുഞ്ഞും എങ്ങനെ മരിച്ചുവെന്ന് കണ്ടിരുന്നുള്ളൂ. ആത്മഹത്യയാണേൽ അവൾക്കൊരു തുണ്ട് കടലാസിൽ അവളുടെ മരണദാഹത്തെ എഴുതി വെക്കാമായിരുന്നു. അങ്ങനെയൊന്നും അവൾ ചെയ്തില്ല. എങ്കിൽ അതൊരു കൊലപാതകമാവാം. അതിന് വേണ്ടത് തെളിവുകളായിരുന്നു. ആരും കണ്ടവരില്ല. അവളുടെ ശരീരത്തിലെ പാടുകൾ മത്സ്യം കൊത്തിയതാവാം. അതല്ല, അവളുടെ ശത്രുവുമായി അടിപിടി കൂടിയതാവാം. എല്ലാ മനസ്സുകളും സത്യമന്വേഷിച്ചു. ഇരുട്ട് എല്ലാം മറച്ചുവെച്ചു. നിയമപരമായ കാര്യങ്ങൾ നടന്നതിനു ശേഷം മരിച്ച അമ്മയെയും കുട്ടിയെയും ബന്ധുക്കൾ എടുത്തുകൊണ്ടുപോയി. മൗനമായി നിന്ന കടലോരവാസികൾ ചെവിടുകളിൽ കുശുകുശുത്തു. തിരമാലകൾ ആക്രോശിച്ചു കരയിലേക്ക് തുള്ളിക്കയറി. സൂര്യൻ തീതുപ്പി. വെള്ളപ്പൂഴി ചുട്ടുപഴുത്തു. സത്യവും ദൈവവും എല്ലാം വീക്ഷിച്ചുകൊണ്ട് പതുങ്ങിയിരുന്നു. സമയം വീണ്ടും നിമിഷസൂചികളുടെ ചലനതാളത്തിൽ നടന്നകന്നു. സായന്തന സൂര്യൻ വിഷാദം വിതറി. കാൽപന്തു കളിക്കാരുടെ പന്ത് കരയിൽ അനാഥമായി കിടന്നു. കടലോരവാസികളുടെ മക്കൾ തിരമാലകളെ ഭയത്തോടെ നോക്കി നിന്നു. ഭ്രാന്തിപ്പെണ്ണ് ഒരു കുഞ്ഞിനെ കയ്യിലെടുത്ത് താരാട്ടുപാടും പോലെ അഭിനയിച്ചു. അയാൾ ആഴിയുടെ അനന്തതയിൽ നോക്കി നിന്നു. നിരാശയോടെ സൂര്യൻ കടലിൻ്റെ മാറിൽ ചാഞ്ഞു കിടന്നു. തിരമാലകൾ ആഴിയുടെ അടിത്തട്ടിലേക്ക് പിൻവലിഞ്ഞു. കാലം പതിയെ നടന്നകലുമ്പോൾ അയാൾ ആ കുഞ്ഞിനെ ഓർത്ത് വിലപിച്ചു. വിടരാതെ പോയ ജീവൻ്റെ തുടിപ്പുകൾക്ക് ദൈവകോടതിയിൽ പ്രതീക്ഷയുണ്ടെന്ന് അയാൾ വിശ്വസിച്ചു. അങ്ങനെ എത്രയോ മരണങ്ങൾ
ദൈവം കൊടുത്ത ജീവൻ അക്രമകാരികൾ ഹിംസിക്കുന്ന ദുർവിധിയിൽ നിരാശരായ എത്രയോ പേർ. അക്രമിയുടെ പണത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും മൂല്യത്തിൽ തെളിവുകളെ കാണാനാവാത്ത അന്വേഷകരുടെ തിമിരം ബാധിച്ച കണ്ണുകൾ, കാഴ്ചശക്തി നശിച്ച കോടതി, കണ്ണീര് തുടക്കുന്ന നിരപരാധികൾ, പൊട്ടിച്ചിരിക്കുന്ന അപരാധികൾ.